പ്രസംഗത്തിനിടെ ചോദ്യം ചോദിച്ച ആളോട് വീട്ടിൽ പോയി ചോദിക്കാൻ മുഖ്യമന്ത്രിയുടെ മറുപടി. സുഖദമാടി, കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. കോന്നിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു സദസ്സിലിരുന്ന ഒരാൾ ഒരു ചോദ്യമുണ്ട് എന്ന് മുഖ്യമന്ത്രിയോട് പറയുന്നത്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗം തുടർന്നു. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഈ കൊച്ചാപ്പക്ക് പിള്ളേര് സ്വഭാവോ ചില തെണ്ടി പിള്ളേരുടാ. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറില്ലല്ലോ. 50 മിനിറ്റ് മറ്റേ ഓൾ ഇന്ത്യ റേഡിയോ ആണല്ലോ, മൻ കി ബാത്ത് ആണല്ലോ. അങ്ങോട്ട് മാത്രം പറയണല്ലേ കേൾക്കാൻ പറ്റും. പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോ. അങ്ങോട്ട് ചോദിക്കുന്നത് നേരത്തെ പ്ലാൻഡ് ആയിട്ടുള്ള 4 ചോദ്യമല്ലേ ചോദിക്കുന്നത്. ശരിക്കുള്ള 5ാമത്തെ ചോദ്യം വരുമ്പോ സമയമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എണീക്കാറില്ല പതിവ്. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്ന പോലെ നിൽക്കുക. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. UDFന്റെ മദ്യനയമനുസരിച്ച് 2 കൊല്ലത്തെ കൂട്ടിക്കഴിഞ്ഞു. അത് കൂട്ടുവോ? അങ്ങനെയുള്ള വിഷയം ഉണ്ടെന്നുകൊണ്ടാണ് ഒറ്റയടിക്ക് കൂട്ടാറുള്ളത്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. എന്ന് തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. എല്ലാവർക്കും അറിയേണ്ടത് എന്തായിരുന്നു, മുഖ്യമന്ത്രിയുടെ ചോദ്യം ചോദിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ മുഖ്യമന്ത്രിയുടെ ചോദ്യം എന്തായിരുന്നു? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. വികസന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ശകലം എനിക്ക് ആവേശം തോന്നി. കാരണം 20,000 രൂപയുടെ വികസനം ചെയ്തു കഴിഞ്ഞു, തുടർഭരണം കിട്ടുമെന്ന് ഉറപ്പാണ്. ഇല്ല, സത്യമാണ്. കാരണം ഞാനൊരു തികഞ്ഞ CPM ഒരാൾ പാർട്ടി കുടുംബത്തിൽ ജനിച്ച് വളർന്ന് പാർട്ടിയെക്കുറിച്ച് പാർട്ടി പ്രവർത്തകനാണോ? അതെ അതെ അതെ. ഇവൻ നന്നായി പേടിച്ചിട്ടുണ്ട് പോയി. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വരും. ആരും വിളിക്കണ്ട, ഞാൻ തന്നെ കഴുകാം. കാരണം ഇത്രയും വികസനങ്ങൾ ചെയ്ത് മുന്നോട്ട് അടുത്ത 5 വർഷം വികസനം ചെയ്യാൻ, കാരണം കേന്ദ്ര സർക്കാർ കിഫിയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. അങ്ങനെ അപ്പോൾ മുന്നോട്ടുള്ള വികസനം എങ്ങനെ നടക്കും എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് ചോദിച്ചുകൂടെ? അല്ല, നമ്മള് ഓരോ സിറ്റുവേഷൻ മനസ്സിലാക്കണം, സാഹചര്യം മനസ്സിലാക്കണം. പുള്ളി പുള്ളിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഞാനത് ചോദിക്കരുതായിരുന്നു. ഇവൻ ആളും ഉണ്ടെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതിനകത്ത് യാതൊരു വിഷമമില്ല, ചോദിക്കാൻ പാടില്ലായിരുന്നു. താൻ ചെയ്ത് തെറ്റാണെന്നാണ് ഇപ്പൊ കരുതുന്നത്? അതെ അതെ, ഞാൻ ചെയ്തത് തെറ്റാണ്, തീർച്ചയായിട്ടും തെറ്റാണ്. പാർട്ടി നേതാക്കൾ ആരും വിളിച്ചിരുന്നോ? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം. ചോദിക്കാൻ പാടില്ലായിരുന്നു, അത് പൂർണ്ണമായിട്ട് എന്റെ തെറ്റാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞ അതിനപ്പുറമായിരുന്നു എന്നുള്ള കാരണം ആ സാഹചര്യത്തിൽ പറയേണ്ടത്. നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല.